ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്ന NCERT ചാപ്റ്റേഴ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതാണ് NCERT ചാപ്റ്ററിൽ +1 ജോഗ്രഫിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ഇന്ത്യ സ്ഥാനം രണ്ടാമത്തെ ഭാഗത്ത് വരുന്ന ഒരു ഭാഗമാണ്. അത് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അതുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്, ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. അത് നമ്മൾ പോയിന്റ് വൈസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കറിയാം, ഒരു NCERT പഠിക്കാമെന്ന് പറയുമ്പോൾ കുറച്ചധികം ഡീപ്പായിട്ട് പാരഗ്രാഫായിട്ടാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ചാപ്റ്റർ പഠിച്ചതിന് ശേഷം ഇനിയും ഒരു റിവിഷൻ ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് ഉപകാരമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു റിവിഷൻ ക്ലാസ് ആണ്. അതായത് ആ ഒരു ക്ലാസ് ആദ്യം തന്നെ പോയി കാണാം. അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടി റിവൈസ് ചെയ്യാനായിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു ചാപ്റ്റർ അങ്ങോട്ട് ബൈ ഹാർട്ട് ആവും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ വരുന്നത് ഭൂപ്രകൃതിയാണ്. അതിൽ നിന്ന് PSC 4 ചോദ്യങ്ങളോളം ചോദിച്ചിട്ടുണ്ട്. ആ ക്ലാസ് നമ്മൾ ഇന്ന് ചെയ്യുന്നതായിരിക്കും. ഒന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം അതിൽ പ്രധാനമായിട്ടും വരുന്ന പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ നോട്ടും തരുന്നതായിരിക്കും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാപ്റ്റർ എങ്ങനെയാണോ, നമ്മുടെ +1 ജോഗ്രഫിയിൽ എങ്ങനെയാണോ വന്നിരിക്കുന്നത് ആ ഒരു ചാപ്റ്റർ ആദ്യം തന്നെ തരും. അതിനുശേഷം അതിന് നോട്ട്സ്, അതായത് പോയിന്റ് വൈസ് ആയിട്ട് നമ്മൾ പഠിച്ചതിന് ശേഷം ഒരു റിവിഷൻ ക്ലാസ് പോലെ. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമുക്ക് പ്രധാനമായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാം. എല്ലാം അങ്ങോട്ട് വാരി വലിച്ച് പഠിപ്പിക്കണില്ല. അതായത് നമുക്ക് ആദ്യം എന്താണ് ആവശ്യം. ഇപ്പോൾ സ്റ്റേജ് 1-ൽ 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1-ൽ ചോദിച്ച ചോദ്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ നമുക്ക് ഡിഗ്രി പ്രിലിംസിനൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഈ ഭൂപ്രകൃതിയുടെ ഭാഗത്തു നിന്നൊക്കെ. അപ്പോൾ ഈ നമുക്ക് ആ ഒരു നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, ആ ചാപ്റ്റേഴ്സ് ആദ്യം ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. കറക്റ്റ് ഓർഡറിലായിരിക്കില്ല പഠിപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ ജോഗ്രഫി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഓർഡറിൽ പോകാം. കാരണം ആ ഒരു ഭാഗം, ഈ രണ്ടാമത്തെ ഭാഗത്തിൽ നന്നായിട്ട് ചോദ്യങ്ങൾ ചോദിക്കാവുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് അത് കറക്റ്റ് ഓർഡറിൽ പോകാം. അതിനുശേഷം ഞാൻ +2-ൽ നമുക്ക് ഗതാഗതം എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചാപ്റ്റർ ഇതുപോലെ തന്നെ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും. അതിൻ്റെ നോട്ട്സും ഞാൻ തരുന്നതായിരിക്കും കേട്ടോ. ഇതുപോലെ തന്നെ നമ്മൾ റിവിഷൻ ക്ലാസ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിന് ശേഷമായിരിക്കും ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുക്കുന്നത്. കാരണം നമുക്ക് ഇനിയിപ്പോൾ സ്റ്റേജ് 3-ഉം 4-ഉം ഈ അടുത്താണ് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിച്ചു പോകാം. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇനിയും NCERT ചാപ്റ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക, ഹൈപ്പും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള എല്ലാ NCERT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ട് മോക്ക് ടെസ്റ്റ് പോലെ തരുന്നുണ്ട്. അതുപോലെ തന്നെ സബ്ജക്റ്റ് വൈസ് ആയിട്ടൊക്കെ തരുന്നുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, ഇന്ത്യ സ്ഥാനമാണ് അല്ലേ. അതിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിട്ട് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ചെയ്തു എന്ന് വിചാരിക്കുന്നു, കമൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ത്യ സ്ഥാനം എന്ന് പറയുന്ന ഭാഗത്ത് ഫസ്റ്റ് തന്നെ വരുന്നത് എവിടെയാണല്ലേ, ഇന്ത്യയുടെ സ്ഥാനം, അതിർത്തിയൊക്കെയാണ് ഫസ്റ്റ് തന്നെ നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. എന്താണ്, ഇന്ത്യയുടെ പ്രധാന കരഭാഗം വടക്ക് കാശ്മീർ മുതൽ തെക്ക് കന്യാകുമാരി വരെയും കിഴക്ക് അരുണാചൽ പ്രദേശ് മുതൽ പടിഞ്ഞാറ് ഗുജറാത്ത് വരെയും വ്യാപിച്ച് കിടക്കുന്നു. പഠിച്ചതാണല്ലോ. ഇന്ത്യയുടെ രാജ്യാന്തര സമുദ്ര അതിർത്തി തീരത്തു നിന്ന് 12 നോട്ടിക്കൽ മൈൽ ദൂരം വരെയാണ്. ഓക്കെ, ഇന്ത്യയുടെ രാജ്യാന്തര സമുദ്ര അതിർത്തി തീരത്തു നിന്നും 12 നോട്ടിക്കൽ മൈൽ, അതായത് 21.9 കിലോമീറ്റർ ദൂരം വരെയാണ്. ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നത്, 8.4 8 ഡിഗ്രി 4 നോർത്ത് മുതൽ 37 ഡിഗ്രി 6 നോർത്ത് വരെയും. രേഖാംശീയ വ്യാപ്തി നോക്കുകയാണെങ്കിലോ 68 ഡിഗ്രി 7 മിനിറ്റ് ഈസ്റ്റ് മുതൽ 97 ഡിഗ്രി 25 മിനിറ്റ് ഈസ്റ്റ് വരെയുമാണ്. അപ്പോൾ 8.4 37 6 അക്ഷാംശം വരുന്നത്. രേഖാംശീയ വ്യാപ്തി ആണെങ്കിലോ 68 97 25. ഇത് നിങ്ങൾക്ക് തോന്നുന്നു ആ ഒരു NCERT പോയിന്റ് എടുത്തപ്പോൾ നമ്മൾ ഇത് പഠിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ജസ്റ്റ് അത് ക്വസ്റ്റ്യൻ ആൻസർ പോലെ നമുക്ക് ചോദ്യമാണല്ലേ തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കതിൽ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആൻസറും കൂടി ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം നമ്മൾ പഠിച്ചു. ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്, 3214 കിലോമീറ്റർ ആണ്. കിഴക്ക് പടിഞ്ഞാറ് ദൂരമാണെന്നുണ്ടെങ്കിലോ എത്രയാണ്, 2933 കിലോമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ തെക്ക് വടക്ക് ദൂരം 3214 കിലോമീറ്ററും കിഴക്ക് പടിഞ്ഞാറ് ദൂരം 2933 കിലോമീറ്ററുമാണ്.
ഇന്ത്യയുടെ തെക്ക് ഭാഗം ഉഷ്ണമേഖലയിലും വടക്ക് ഭാഗം ഉഷ്ണമിതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ തെക്ക് ഭാഗം എവിടെയാണ്? ഉഷ്ണമേഖലയിലാണ്. വടക്ക് ഭാഗമാണെങ്കിലോ ഉഷ്ണമിതോഷ്ണ മേഖലയിലുമാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ മാനക രേഖാംശം അപ്പോൾ ഇന്ത്യയുടെ മാനക രേഖാംശം എത്രയാണ്? 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ് അല്ലേ. ഇന്ത്യയുടെ മാനക രേഖാംശം എന്ന് പറയുന്നത് 82.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ 5 മണിക്കൂർ 30 മിനിറ്റും മുന്നിലാണ്. ഇന്ത്യൻ മാനക സമയം ഗ്രീനിച്ച് മാനക സമയത്തേക്കാൾ എത്ര മണിക്കൂറാണ്? 5.5 മണിക്കൂർ അല്ലേ. 5 മണിക്കൂർ 30 മിനിറ്റും മുന്നിലാണ്. ഇനി വലിപ്പത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനം പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 7ാം സ്ഥാനമാണുള്ളത് അല്ലേ. വിസ്തീർണം എത്രയാണ്? 3.28 ദശലക്ഷം കിലോമീറ്റർ ആണ്. ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ 2.4% ആണിത്. എന്താണ് പറയുന്നത്? ലോകത്തിൻ്റെ ആകെ വിസ്തൃതിയുടെ എത്ര ഭാഗമാണ്? 2.4% വരുന്നത് അല്ലേ. ഇന്ത്യയുടെ ഏകദേശം പകുതിയായി വിഭജിക്കുന്ന മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന പ്രധാന രേഖയാണ് ഉത്തരായന രേഖ. അതൊന്നും എനിക്ക് തോന്നുന്നു നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇന്ത്യയുടെ ഏകദേശം പകുതിയായി വിഭജിക്കുന്ന മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖയാണ് ഉത്തരായന രേഖ. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും PSC ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇതൊക്കെയാണ് ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ. ഇതൊക്കെയാണ്. ഇതെങ്ങനെയാണ് പഠിച്ചിട്ടുണ്ടായിരിക്കുക? ചിലർ കോഡ് വെച്ചിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. MTയും MGRും JCBയിൽ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. MT എന്ന് പറയുമ്പോൾ ഇതാണ് മഹാരാഷ്ട്ര, അതുപോലെ തന്നെ ഏതാണ് വരുന്നത്? ത്രിപുര അല്ലേ. ഇനി MGR ആണെന്നുണ്ടെങ്കിലോ MGR എന്ന് വെച്ചാൽ വീണ്ടും ഇതാ വരുന്നത് മധ്യപ്രദേശ്, പിന്നെ ഗുജറാത്ത്, രാജസ്ഥാൻ. JCB എന്ന് പറയുമ്പോൾ ഏതാ വരുന്നത്? ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, പിന്നെ ഏതാണ്? ബംഗാൾ. ഓക്കെ. മഹാരാഷ്ട്ര അല്ല കേട്ടോ, മിസോറാം ആണ്. നേരത്തെ പറഞ്ഞ MTയും MGRും മേഖല M എന്ന് പറയുന്നത് ഇതാണ് മിസോറാം ആണ്. തെറ്റി പറഞ്ഞു എന്ന് തോന്നുന്നു. അപ്പോൾ MT, MGR, JCB പോയി എന്ന് പറഞ്ഞിട്ടുള്ള കോഡ് നമ്മൾ പണ്ടേ PSC പഠിക്കുന്നവർ പഠിച്ചിട്ടുള്ള കോഡ് തന്നെ ആയിരിക്കണം. ഉത്തരായന രേഖ കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ ഇതിൽ ഒരു M എന്ന് പറയുന്നത് മധ്യപ്രദേശും ഒരു M എന്ന് പറയുന്നത് മിസോറാം ആണ്. T എന്ന് വെച്ചാൽ ത്രിപുരയാണ്. C എന്ന് വെച്ചാൽ എന്താണ്? C എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. C എന്ന് വെച്ചാൽ ഛത്തീസ്ഗഡ് ആണ്. MGR ആണ്. G എന്ന് വെച്ചാൽ ഗുജറാത്ത് ആണ്. R എന്ന് വെച്ചാൽ രാജസ്ഥാനാണ്. C എന്ന് വെച്ചാൽ എന്താണ്? ത്രിപുരയാണ്. J എന്ന് വെച്ചാൽ എന്താണ്? ജാർഖണ്ഡ് ആണ്. R എന്ന് വെച്ചാൽ എന്താണ്? രാജസ്ഥാനാണ്. അപ്പോൾ ഏതൊക്കെയാണ് കടന്നു പോകുന്ന സംസ്ഥാനങ്ങൾ? ഗുജറാത്ത്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ത്രിപുര, മിസോറാം. ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എത്ര എണ്ണം ഉണ്ട്? 5 എണ്ണമാണുള്ളത് അല്ലേ. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നൊക്കെ ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അല്ലേ. കഴിഞ്ഞ LGS ക്വസ്റ്റ്യൻ പേപ്പറിലായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ് എന്നിവയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യങ്ങൾ. ഇനി ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ ഏതൊക്കെ അറിയാം? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്. ഏതൊക്കെയാണ് ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, മ്യാൻമാർ, ശ്രീലങ്ക, മാലിദ്വീപ്. ഇനി മാലിദ്വീപും ശ്രീലങ്കയും എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ്. നമ്മൾ അതിൽ കണ്ട അതേ പോയിന്റാണ് അല്ലേ. മാലിദ്വീപും ശ്രീലങ്കയും എന്താണ്? ദ്വീപ് രാഷ്ട്രങ്ങളാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ബംഗ്ലാദേശാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് തോന്നുന്നു ഞാൻ ക്വസ്റ്റ്യൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു അല്ലേ. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം ഏതാണ്? ബംഗ്ലാദേശാണ് അല്ലേ. ബംഗ്ലാദേശാണ്. ഇനി ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്ന ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ്. ഇത് രണ്ടും PSC ആൻസർ തരാറുണ്ട്. അപ്പോൾ ഓപ്ഷൻ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ. ഗൾഫ് ഓഫ് മാന്നാറും പാക് കടലിടുക്കുമാണ് ശ്രീലങ്കയെ ഇന്ത്യയിൽ നിന്നും വേർതിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ അതിർത്തികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വടക്കേതാണ് ഹിമാലയ പർവ്വതമാണ്, തെക്കാണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രമാണ്, കിഴക്കാണെങ്കിൽ ബംഗാൾ ഉൾക്കടലാണ്, പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലാണ്. എത്ര സംസ്ഥാനങ്ങളുണ്ട്? 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണ് ഉള്ളതിൽ. 28
128 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഏതൊക്കെയാണ് കേന്ദ്രഭരണ പ്രദേശങ്ങൾ? ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു. ദാദ്ര നഗർ ഹവേലിയും ദാമൻ ദിയു രണ്ടും കൂടി ഒരുമിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പോണ്ടിച്ചേരി എന്നിവ എന്തൊക്കെയാണ്? കേന്ദ്രഭരണ പ്രദേശങ്ങളാണ്. ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി, ദാമൻ ദിയു, ഡൽഹി, ജമ്മു കാശ്മീർ, ലഡാക്ക്, പോണ്ടിച്ചേരി. ഇനി ഇന്ത്യയുടെ ഭാഗമായ 2 ദ്വീപ സമൂഹങ്ങൾ ഏതൊക്കെയാണ്? 2 ദ്വീപ സമൂഹങ്ങൾ അറബിക്കടലിലെ ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബറും. 2 ദ്വീപ സമൂഹങ്ങളാണ് അറബിക്കടലിലുള്ള ലക്ഷദ്വീപും ബംഗാൾ ഉൾക്കടലിലെ ആൻഡമാൻ നിക്കോബറും. ഇനി ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഏറ്റവും വലിയ സംസ്ഥാനം ചോദിക്കുകയാണെങ്കിൽ രാജസ്ഥാനാണ്. ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ഏതാണ്? ലഡാക്കാണ്. തെക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയുമാണ്. വടക്കേറ്റത്തുള്ള കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും. തെക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കിഴക്കേറ്റത്തുള്ള സംസ്ഥാനം ഏതാണ്? അരുണാചൽ പ്രദേശാണ്. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ആദ്യത്തെ ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിൽ നമുക്ക് കറക്റ്റ് NCERT പോയിൻറ്സും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ചോദ്യങ്ങൾ നമുക്ക് അതിനിടയിലായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അല്ലേ? അതിൻ്റെ ആൻസർ നമുക്ക് ഈ ഒരു ക്ലാസ്സിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ കുറച്ച് കമൻറ്റ്സ് ചെയ്യാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതും ഇതിലൂടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അടുത്ത ക്ലാസ്സിൽ ഇന്ത്യ ഭൂപ്രകൃതിയാണ്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റർ നമുക്ക് തരാം. അതിനുശേഷം ഞാൻ ഇതുപോലെ തന്നെ പോയിന്റ് വൈസ് ആയിട്ട് പഠിക്കാൻ എളുപ്പത്തിലായിട്ട് തരാം കേട്ടോ. അപ്പോൾ ഇത് റിവിഷൻ പോലെ കാണാം. നമ്മൾ ആദ്യം തന്നെ ഒരു NCERT ആണെങ്കിലും SCERT ആണെങ്കിലും നമ്മൾ ആദ്യം തന്നെ ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് കാണാപ്പാടാവണമെന്നൊന്നുമില്ല അല്ലേ? നമുക്കത് ക്ലിയർ ആവണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഒന്നും കൂടി നമുക്ക് റിവിഷൻ പോലെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പഠിച്ചത് ഒന്നുകൂടി പഠിച്ചതിന് ശേഷം ഒന്നും കൂടി നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതെന്താ ബൈ ഹാർട്ട് ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.